ഹായ്, ടേസ്റ്റി ഹോംലി ട്രീറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും സീസണല്ലേ. നമുക്കപ്പോൾ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന കാലമാണ്, അതും കൊറോണ കാലമാണ്. നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് 3 മാമ്പഴമാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിരിക്കുന്നത്. 1 കപ്പ് തൈരും, നല്ല കട്ട തൈരായിരിക്കണം. പിന്നെ 1 മുറി തേങ്ങ ചിരകിയത് വേണം. ഇനി അതിലേക്ക് കുറച്ച് ജീരകം, കുരുമുളക്, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെയാണ് ആവശ്യം. ഇനി ഒരു മൺചട്ടി നമ്മൾ സ്റ്റൗവിൽ വെച്ച് തീ ഓണാക്കി കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മാമ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 1 പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഒരു മരത്തവി കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ മരത്തവിയും അതുപോലെ മൺചട്ടിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം, അതാണ് ഇതിന് ടേസ്റ്റ്. ഇനി നമ്മളത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ സമയം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുരുമുളകും അതുപോലെ ജീരകവും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ച് മയത്തിൽ അരച്ചെടുക്കണം. ഇനി നമ്മുടെ മാമ്പഴം എന്തായി നോക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് മാമ്പഴം വെന്ത് വരുന്നുണ്ട്. അതിൻ്റെ മണം തന്നെ നമുക്ക് കേൾക്കുമ്പോൾ വളരെ സ്വാദുള്ള ഒരു വിഭവമാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എന്താ മാമ്പഴമൊക്കെ വെന്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതാ മാമ്പഴമൊക്കെ വെന്തു നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇത് മാമ്പഴത്തിന് ഒരു മധുരം ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 ടീസ്പൂൺ ശർക്കര ചെയ്യതും ചേർത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒന്നും കൂടി വേവിക്കാം. നന്നായി ചാറൊക്കെ കുറുകി വന്ന് മാമ്പഴമൊക്കെ നന്നായി വെന്ത് ചേർന്നിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക, ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഈ തൈര്, കട്ട തൈരാണ്, അതൊന്ന് ഉടച്ച് അതും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി തൈരും ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഇനി ഇത് തിളച്ച് തൂവാൻ പാടില്ല. ഒന്ന് തിളച്ച് ഈ കുമ്പളകൾ ആയി വരുന്നത് വരെ നമുക്കത് ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. ഇതാ കുമ്പളകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറായി. ഇനി അതിലേക്ക് നമുക്ക് വറുത്തിടാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്ത് പൊട്ടിക്കുക. ഇനി 2 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുക. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തീയൊന്ന് കുറച്ച് നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി ഉലുവ നന്നായി മൂത്ത് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മരത്തവി കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അതാ തയ്യാറായി കഴിഞ്ഞു. എന്തൊരു ടേസ്റ്റാണെന്നറിയോ നിങ്ങൾ. ഈ മൺചട്ടിയിൽ ഈ മാമ്പഴ പുളിശ്ശേരി, അതിൻ്റെ മണം തന്നെ കേൾക്കുമ്പോൾ നമുക്ക് 1 കിണ്ണം ചോറുണ്ണാൻ തോന്നും. അത്രയും ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. വളരെ ആരോഗ്യകരവും സ്വാദിഷ്ടമായൊരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ ശ്രമിക്കണം. ഇനി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ ചെയ്യുക.
ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. ബൈ.